നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തേജസ് ന്യൂസ് തയ്യാറാക്കുന്ന മണ്ഡല കാഴ്ച പരിപാടിയിൽ ഇക്കുറി ചാലക്കുടി മണ്ഡലത്തെക്കുറിച്ചാണ് പറയുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചാലക്കുടി ഇത്തവണയും ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ്. ഇവിടെ ഇന്നസെൻ്റ് തയ്യാറാണ്. എന്നാൽ UDF എതിർ സ്ഥാനാർത്ഥിയെ നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് പറയാം. തീരുമാനമായില്ല എന്നാണ് അർത്ഥം. ഇതുവരെ ആരെ മത്സരിപ്പിക്കണമെന്ന തീരുമാനമെത്തിയിട്ടില്ല. UDF കൺവീനർ ബെന്നി ബെഹനാനാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇന്നസെൻറ്റിനോട് പരാജയപ്പെട്ട PC ചാക്കോയുടെ പേരും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. SDPIയും മണ്ഡലത്തിൽ നിർണായക ശക്തിയാണ്. കഴിഞ്ഞ തവണ 14,386 വോട്ടുകൾ SDPI ഇവിടെ നേടിയിരുന്നു. NDAയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ല. 2014 അപ്രതീക്ഷിതമായി LDFിനു വേണ്ടി കളത്തിലിറങ്ങി ഒടുവിൽ കരുത്തനായ PC ചാക്കോയെ അപ്രതീക്ഷിതമായി മലർത്തിയടിച്ച് ലോക്സഭയുടെ പടികയറിയ ചലച്ചിത്ര താരം ഇന്നസെൻ്റ് തന്നെയാണ് ഇക്കുറിയും LDF രംഗത്തിറക്കിയിരിക്കുന്നത്. ഇത്തവണ മത്സര രംഗത്തുണ്ടാവാൻ സാധ്യതയില്ലെന്ന് നേരത്തെ PC ചാക്കോ സൂചിപ്പിച്ചിരുന്നു. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ മത്സരിക്കുമെന്ന് PC ചാക്കോ അടുത്തിടെ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ പേരും ഇവിടെ പരിഗണിക്കുന്നത്. സമുദായ സമവാക്യം കൂടി പരിഗണിച്ച് മാത്രമേ തൃശ്ശൂർ, ഇടുക്കി, ചാലക്കുടി എന്നീ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുകയുള്ളൂവെന്നാണ് വിവരം. LDFിലും തുടക്കത്തിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. വീണ്ടും മത്സരിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് തുടക്കത്തിൽ ഇന്നസെൻ്റ് പറഞ്ഞതോടെയാണ് LDFിൽ ആശയക്കുഴപ്പം ആരംഭിച്ചത്. തുടർന്ന് P രാജീവ്, സാജു പോൾ എന്നിവരുടെ പേരുകൾ ചാലക്കുടി മണ്ഡലത്തിലേക്ക് പരിഗണിച്ചിരുന്നു. ഇതിനിടയിൽ പാർട്ടി പറഞ്ഞാൽ താൻ വീണ്ടും മത്സരിക്കുമെന്ന് പറഞ്ഞ് ആദ്യം എടുത്ത നിലപാടിൽ നിന്നും ഇന്നസെൻ്റ് മാറി. ഇതോടെ ആരെ മത്സരിപ്പിക്കണമെന്ന് CPM ആശയക്കുഴപ്പത്തിലായി എന്ന് പറയാം. ഇതിനിടയിൽ ചാലക്കുടിയിലെ ഒരു വിഭാഗം CPM പ്രവർത്തകർ വീണ്ടും ഇന്നസെൻറ്റിനെ മത്സരിപ്പിക്കുന്നതിനെ എതിർത്തു. ഇന്നസെൻറ്റിനെ മത്സരിപ്പിച്ച് മണ്ഡലം കൈവിട്ടു പോയാൽ ഉത്തരവാദിത്വം സംസ്ഥാന നേതൃത്വത്തിനായിരിക്കുമെന്നും അവർ പറഞ്ഞു. എന്നാൽ ഒടുവിൽ ഇന്നസെൻറ്റിന് തന്നെ വീണ്ടും നറുക്ക് വീഴുകയായിരുന്നു. ചാലക്കുടിയിൽ സജീവമായി പരിഗണിച്ചിരുന്ന രാജീവിന് എറണാകുളവും നൽകി. PC ചാക്കോയ്ക്കെതിരെ കഴിഞ്ഞ തവണ 13,884 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ഇന്നസെൻ്റ് വിജയിച്ചത്. കഴിഞ്ഞ തവണ നേടിയ വിജയം ഇക്കുറിയും ആവർത്തിക്കാൻ കഴിയുമെന്നാണ് CPM കണക്കുകൂട്ടുന്നത്. എന്നാൽ കഴിഞ്ഞ തവണ കൈവിട്ട മണ്ഡലം ഇക്കുറി ഏത് വിധേനയും തിരിച്ചു പിടിക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. അതിനുള്ള ഒരുക്കങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ പ്രചാരണവുമായി ഇന്നസെൻ്റ് മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. ഇത്തവണയും ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നതിനായുള്ള ഒരുക്കത്തിലാണ് SDPI. ഇതിനായി ശക്തമായ പ്രവർത്തനം നടന്നു വരികയുമാണ്. NDAയും ഇവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ല. കോൺഗ്രസ് കുത്തകയായിരുന്ന പഴയ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലമാണ് പിന്നീട് ചാലക്കുടി മണ്ഡലമായി മാറിയത്. എറണാകുളം മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന ആലുവ, കുന്നത്തുനാട്, പെരുമ്പാവൂർ, അങ്കമാലി എന്നിവയും തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ എന്നിവയും ഉൾപ്പെട്ടതാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം.